ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശാലോം ടിവിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും: എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന ജനത്തെ നോക്കി യേശു പറഞ്ഞ വാക്കുകളാണ് ഇവ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. നീ പാപിയോ, രോഗിയോ, ദുഃഖിതനോ, തകർന്നവനോ, ബന്ധിതനോ ആര് തന്നെ ആയാലും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ യേശു ഉപേക്ഷിക്കുന്നില്ല. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കര ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷൻ്റെ അവസരത്തിൽ 16 വർഷമായി തളർന്നു കിടന്ന ഒരു സ്ത്രീയെ കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് വരികയാണ്. അതിൻ്റെ കൈകളും കാലുകളുമെല്ലാം വളഞ്ഞ് ഒരസ്ഥിക്കോലം. ഞാനിതിനെ കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ, എന്തിനാണോ ഈ സ്ത്രീയെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക? എനിക്കങ്ങനെ ചിന്തിക്കാനായിട്ട് യാതൊരു അവകാശവുമില്ല. കാരണം പിതാവായ ദൈവം ആകർഷിച്ചിട്ടാണ് യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വരിക. അവർ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വചനത്തിന് മുമ്പിലേക്ക് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വചനം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ശ്രവിക്കുക എന്നാണ് അർത്ഥം. വചനം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുസരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. 2000 വർഷം മുമ്പ് ഈശോ ചെയ്ത എല്ലാ കാര്യവും ഇന്ന് ദൈവവചനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം ആലപിക്കുമ്പോൾ ഒക്കെ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ സഹോദരിയെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന ആ അവസരം മുതൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഈ സഹോദരി എഴുന്നേറ്റ് നടന്നില്ലെങ്കിലും ഈ ധ്യാനം കഴിയുമ്പോഴേക്കും ഒന്ന് പുഞ്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞാൽ, ഈ രോഗത്തെ ഒന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു സൗഖ്യമാണല്ലോ. ഞാൻ അന്ന് മുതൽ എല്ലാ ദിവസവും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കൺവെൻഷൻ്റെ 3-ാം ദിവസം തൊട്ടടുത്ത സ്കൂൾ കെട്ടിടത്തിലാണ് കിടപ്പ് രോഗികളെ കിടത്തിയിരുന്നത്. അടുത്ത കോൺവെൻറ്റിലെ ഏതാനും ചില സിസ്റ്റേഴ്സ് ഈ കിടപ്പ് രോഗികൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കുകയാണ്. 16 വർഷമായി തളർന്നു കിടക്കുന്ന ആ സഹോദരിക്ക് ആഹാരം കൊടുക്കുന്ന അവസരത്തിൽ ആ സിസ്റ്ററിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മനസ്സിൻ്റെ ഭാരവും വേദനയും കുറയുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, മോളെ, നീ യേശുവിൻ്റെ അടുക്കലേക്കല്ലേ കടന്നു വന്നിരിക്കുക. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ള ആരെയും യേശു ഇന്നുവരെയും ഉപേക്ഷിച്ചിട്ടില്ല. ആ സഹോദരി പറഞ്ഞു, എനിക്ക് ഒരു ദൈവത്തോടും താല്പര്യമില്ല. എൻ്റെ ജീവിതം അങ്ങേയറ്റം തകർന്നു പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് ദൈവത്തെ വിളിക്കുക? ആരാ എന്നെ സഹായിക്കുക? ആ സിസ്റ്റർ പറഞ്ഞു, മോളെ, നീ യേശുവേ എന്ന് വിളിക്കണം. യേശുവേ എന്ന് വിളിച്ചാൽ ഈശോ നിന്നെ അനുഗ്രഹിക്കും. ഈശോ നിന്നെ തള്ളിക്കളയുകയില്ല. ഈശോ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആ സഹോദരി ആദ്യമായി യേശുവേ എന്ന് വിളിക്കുകയാണ്. വിളിക്കുന്തോറും എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉള്ളിൽ നിറയുന്നത് പോലെ ആ സഹോദരിക്ക് തോന്നി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൺവെൻഷൻ്റെ 4-ാം ദിവസം ഞാൻ സ്റ്റേജിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ തളർന്നു കിടക്കുന്ന ആ സഹോദരി എന്നെ നോക്കി വളരെ നന്നായി ചിരിക്കുന്നു. എനിക്ക് ഏറെ സന്തോഷമായി. ദൈവമേ, ചിരിക്കാൻ തുടങ്ങിയല്ലോ, രോഗം മാറിയില്ലെങ്കിലും ചിരിക്കുന്നുണ്ടല്ലോ. എൻ്റെ മനസ്സിന് സമാധാനമായി. പക്ഷേ കർത്താവിൻ്റെ മനസ്സിന് സമാധാനമായില്ല എന്ന് പിറ്റേ ദിവസം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു.
കൺവെൻഷൻ്റെ 5-ാം ദിവസം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുമ്പോൾ അന്ന് ധ്യാനത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ധ്യാനഗുരു അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ബ്രദർ, താഴേക്കിറങ്ങി ആ കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 16 വർഷം തളർന്നു കിടന്ന ആ സ്ത്രീയുടെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കണ്ണടച്ചു പിടിച്ചല്ല, കണ്ണ് തുറന്നു പിടിച്ച. എന്തിനൊന്നോ ആ ചുരുണ്ട് വളഞ്ഞിരിക്കുന്ന കൈകളും കാലുകളും നിവരുന്നത് എനിക്ക് കാണണം. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആരാധനയുടെ ഗാനം ഇങ്ങനെ ഉയരുമ്പോൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ കൈകളും കാലുകളും സാവധാനത്തിൽ വിറച്ച് നിവരാനായിട്ട് തുടങ്ങി. പിന്നെ കൈയൊന്ന് മടക്കി, പിന്നെ കട്ടിലിൻ്റെ സൈഡിലേക്ക് കൈകുത്തിയിട്ട് ആ സ്ത്രീ ചാടി എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് ഓടിക്കയറുന്നത് ഞങ്ങളെല്ലാവരും നോക്കിക്കണ്ടു. ഞാൻ പിന്നാലെ സ്റ്റേജിലേക്ക് കയറി. ഞാൻ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ആ സഹോദരി എന്നോട് പറയുകയാണ്, 16 വർഷം മുമ്പ് എൻ്റെ ഭർത്താവ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എന്നെ ഒഴിവാക്കിയിട്ട് പോയതാണ് എന്ന്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിച്ചു പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. വിശ്വസിക്കാനായിട്ട് ആ മനുഷ്യൻ കൂട്ടാക്കിയില്ല. ആരോ പറഞ്ഞ ഒരു നുണക്കഥയായിരുന്നു അയാൾക്ക് വിശ്വാസം. അയാൾ അതിൽ വിശ്വസിച്ചു. അയാൾ ഭാര്യയെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് കടന്നു പോവുകയാണ്. ഒരു തൊഴിയും കൂടെ കൊടുത്തു. ആ തൊഴിയേറ്റ് ഭാര്യ പുറകോട്ട് വീണു. ആ സഹോദരി പറയുകയാണ്, അന്ന് ആ തൊഴി കിട്ടി പുറകോട്ട് വീണതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് നടന്നിട്ടില്ല, എഴുന്നേക്കാൻ തോന്നിയിട്ടില്ല, അതിനുള്ള ശേഷി എനിക്കുണ്ടായില്ല, മരിക്കാനായിട്ടൊരു ധൈര്യവുമില്ല. നാളുകളേറെ കടന്നുപോയി. ആദ്യം തളർന്നു കിടന്ന ആദ്യ വർഷങ്ങളിലൊക്കെ പലരും എന്നെ കാണാൻ വരുമായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ആരും എന്നെ കാണാൻ വരാറില്ല. എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്നൊരു മനുഷ്യനാണ് വണ്ടി വിളിച്ച് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ഒരു മനുഷ്യൻ കരയുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ അരികിലേക്ക് വിളിച്ചു. സഹോദര, താങ്കൾ എന്തിനാ കരയുന്നത്? ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, 20 കിലോമീറ്റർ ദൂരത്തുനിന്ന് വണ്ടി വിളിച്ച് ഞാനാണ് ഈ സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്നത്. ഇനി തിരിച്ച് വണ്ടി വിളിച്ച് കൊണ്ടുപോകാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. എന്നാൽ നമ്മുടെ കർത്താവ് ഈ സ്ത്രീയെ എഴുന്നേൽപ്പിച്ച് നടത്തിയത് കണ്ടപ്പോൾ ഇത് ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ല, ഇത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് എന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിന് താഴെ 2 വോളണ്ടിയേഴ്സ്, 2 പ്രേക്ഷിതർ നിന്ന് കരയുന്നുണ്ട്. ബാഡ്ജ് ധരിച്ചവരാണ് അവരെ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചു. നിങ്ങളെന്തിനാണ് കരയുന്നത്? അവർ പറഞ്ഞു, ബ്രദറെ, ഈ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഞങ്ങളാണ്. കൺവെൻഷന് പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ കെട്ടാനും പണം പിരിക്കാനും ഒക്കെ ഞങ്ങളാണ് പോയത്. ചിലർ വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് പണമൊക്കെ നൽകി. വേറെ ചിലർ ഞങ്ങളെ കളിയാക്കി. ചെറുപ്പക്കാർ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുപോലും ഞങ്ങളെ നോക്കി പറഞ്ഞു. ഞങ്ങളതൊക്കെ സഹിച്ചു. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഈ രോഗികളെ ഇവിടെ കിട്ടിയ അന്നു മുതൽ ആരേലും ഒന്ന് എഴുന്നേറ്റ് നടന്നിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഈ ശാന്ത എന്നു പേരായ സഹോദരി ഇവിടെ കിട്ടിയ അന്ന് മുതൽ സ്കൂൾ കെട്ടിടത്തിൽ കൊണ്ട് കിടത്തുകയും തിരിച്ച് ഇവിടെ കൊണ്ട് കിടത്തുകയും ചെയ്യുന്നത് ഞങ്ങൾ 2 പേരുമായിരുന്നു. അങ്ങനെ ഇവിടെ കിടക്കുന്ന ആ സഹോദരി യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടു. ആ സഹോദരി സ്റ്റേജിലേക്ക് ഓടിക്കയറിയപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ നിന്നൊഴുകുന്നത് ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ല, സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് ഞങ്ങളുടെ കണ്ണിൽ നിന്നൊഴുകുന്നത്. ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റേജിൻ്റെ പുറകിലേക്ക് പോയ ആ സഹോദരി ആരോ ദേഹത്ത് വട്ടം ചുറ്റി കെട്ടിക്കൊടുത്ത 2 സാരിയിൽ ഒരു സാരി നന്നായിട്ട് ഉടുത്ത് മറ്റേ സാരി മടക്കി കൈത്തണ്ടയിലിട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. ആ സ്ത്രീ സ്റ്റേജിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുകയാണ്, 16 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കൈവിരലുകൾ കൊണ്ട് സാരി ഞൊറിഞ്ഞു കുത്തുകയാണ് എന്ന്. അത് പറഞ്ഞപ്പോൾ 2 തുള്ളി കണ്ണീര് എൻ്റെ കണ്ണിൽ നിന്നും താഴെ വീണു. കാരണം യേശു ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്രയുമായപ്പോൾ ഞാൻ ആ സഹോദരിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. സഹോദരി, 5 ദിവസമായല്ലോ ഇവിടെ കിടന്ന് വചനം കേൾക്കുന്നു. ഇന്നാണല്ലോ എഴുന്നേറ്റ് നടന്നത്. ഏതേലും ഒരു വചനം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടാവും. ഏതു വചനമാണ് സ്പർശിച്ചത് എന്ന് പറയാനായിട്ട് സാധിക്കുമോ? എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സഹോദരി പറയുകയാണ്, ഹെബ്രായർ 13:5 എന്ന്. എന്താണ് ആ വചനം? ഞാൻ നിന്നെ ഒരു തരത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? അതെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ ഏറ്റവും വലിയ വേദനയാണ് ഈ തിരുവചനത്തിലൂടെ പറഞ്ഞു വച്ചിരിക്കുക. ഒന്ന്, അവഗണനയുടെ വേദന, ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ നൊമ്പരം, തള്ളിക്കളഞ്ഞതിൻ്റെ ഭാരം. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഈ സഹോദരിയുടെ ഉള്ളിലുള്ള വേദന ഭർത്താവ് ഉപേക്ഷിച്ചതിൻ്റെ വേദനയാണ്. കുടുംബം നഷ്ടപ്പെട്ടതിൻ്റെ ഭാരമാണ് ആ സഹോദരിക്കുള്ളത്. ആരും ആ സഹോദരിയെ സഹായിക്കാനില്ല. അത്രമാത്രം ഭാരപ്പെടുന്ന വ്യക്തിയോട് ദൈവം സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉപേക്ഷിക്കാത്ത, മാറ്റി നിർത്താത്ത, തള്ളിക്കളയാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി ഇടപെട്ടില്ലേ? ഇതുപോലെ എത്രയോ വ്യക്തികളുടെ ജീവിതത്തിലാണ് ദൈവം ഇറങ്ങി ഇടപെടുന്നത്. ഉപേക്ഷിക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ പുറകെ ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഗതി മുട്ടിയ ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ ശല്യപ്പെടുത്തരുത്, നീ എൻ്റെ പുറകെ വരാൻ പാടില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാതിരിക്കാനായിട്ട് പറ്റുകയില്ല, എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ്. അവൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇവൻ പറയുന്നു, നിന്നെ എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ നിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള മാവേൽ ഞാൻ കെട്ടി ഞാണിച്ചാകും. ആ സഹോദരി പറഞ്ഞു, ആ പെൺകുട്ടി പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അവൻ പുറകെ നടന്ന് 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 അവസാനം ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ വീട്ടിൽ പോയി സംസാരിച്ചു. അപ്പൻ പോയി ഇടപെടാൻ തീരുമാനിച്ചു. ഈ ചെറുക്കൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ ചെറുക്കൻ്റെ അപ്പനും അമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ താല്പര്യമാണ്. അവൻ വലിയ കുഴപ്പമില്ലാത്തവനാണ്. എന്നാൽ കല്യാണം നടത്താം എന്ന് തീരുമാനിച്ച് കല്യാണം ഉറപ്പിച്ച് 1 വർഷം കഴിയുമ്പോൾ കല്യാണം. അങ്ങനെ 1 വർഷം കഴിയുമ്പോൾ കല്യാണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ കൈയും കാലും ഒക്കെ നീര് വെച്ച് വരികയാണ്. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് നടത്തിയപ്പോൾ 2 കിഡ്നിക്കും പ്രശ്നമാണ്. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെക്കുറിച്ച് അവൾ ഒരു നിമിഷം ഓർത്തു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഒരു നല്ല കിഡ്നി കിട്ടിയാൽ നീ ജീവിക്കും. അവൾ പെട്ടെന്ന് പറഞ്ഞു, കിഡ്നിക്ക് എനിക്ക് ബുദ്ധിമുട്ടില്ല. അതെന്താ നിനക്ക് കിഡ്നിക്ക് ബുദ്ധിമുട്ടില്ലാത്തത് എന്ന് ഡോക്ടർ ചോദിച്ചു. എന്നെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അവൻ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ്, അവൻ എനിക്ക് കിഡ്നി തരും. ഡോക്ടർ പറഞ്ഞു, കിഡ്നിയുടെ കാര്യമാണ്, ഇല്ല അതെനിക്ക് ഉറപ്പായിട്ടും കിട്ടും. ആ പെൺകുട്ടി അവനെ ഫോൺ ചെയ്ത് വിളിച്ചു. അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അഥവാ എന്നെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല എങ്കിലോ? കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ, നിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള മാവേൽ ഞാൻ കെട്ടി ഞാണി ചാകും. അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു, ചാകുമൊന്നും വേണ്ട, നിൻ്റെ ഒരു കിഡ്നി എനിക്ക് തന്നാൽ മതി. നീ തമാശ കളഞ്ഞിട്ട് കാര്യം പറയുക. തമാശ ഒന്നുമല്ല, കാര്യങ്ങളെല്ലാം അവൾ വ്യക്തമായി പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയല്ലേ, അത് കിഡ്നിയുടെ കാര്യമായതുകൊണ്ട് വീട്ടിലും കൂടെ ഒന്ന് ആലോചിച്ച്, എൻ്റെ സുഹൃത്തുക്കളോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ മറുപടി പറയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ചെറുപ്പക്കാരൻ സ്നേഹമാണെന്ന് പറഞ്ഞ് പിറകെ നടന്നപ്പോൾ, ഐ ലവ് യു എന്ന് പറഞ്ഞ് നടന്നപ്പോൾ വീട്ടിലാരോടും ചോദിച്ചിട്ടില്ല, കൂട്ടുകാരോട് ചോദിച്ചിട്ടില്ല, അവൻ തനിയാണ് പുറകെ പോയത്. എന്നാൽ ഇവൾക്ക് കിഡ്നി സംബന്ധമായ രോഗമാണ് എന്ന് മനസ്സിലായപ്പോൾ ഒഴിവാക്കുകയാണ്, തള്ളിക്കളയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ ഉപേക്ഷിക്കാം, തള്ളിക്കളയാം. നമുക്കൊരു രോഗമുണ്ടെന്നറിഞ്ഞാൽ, നമുക്ക് കഴിവില്ലെന്നറിഞ്ഞാൽ, നമുക്ക് ശേഷിയില്ലെന്നറിഞ്ഞാൽ, സമ്പത്തില്ലെന്നറിഞ്ഞാൽ, സൗന്ദര്യമില്ലെന്നറിഞ്ഞാൽ, വിദ്യാഭ്യാസമില്ലെന്നറിഞ്ഞാൽ ഉപേക്ഷിക്കും മനുഷ്യൻ. എന്നാൽ ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല, ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല, ദൈവം നമ്മളെ മാറ്റി നിർത്തുകയില്ല. ഈ ടി വിയിലൂടെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നീ തിരിച്ചറിയണം. മാറ്റമില്ലാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഒരിക്കലും മാറ്റമില്ല ദൈവത്തിന്. മനുഷ്യൻ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നില്ല പ്രിയരെ. പ്രിയപ്പെട്ടവരെ, ഉപേക്ഷിക്കാത്ത ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം സകല മൃഗങ്ങൾക്കും ഈ സ്നേഹം നൽകിയിട്ടുണ്ട് എന്ന്
എനിക്ക് ഈ കഴിഞ്ഞ നാളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റി. ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ ഒരു പള്ളിയിൽ കൺവെൻഷൻ നടക്കുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരച്ഛനാണ് അവിടുത്തെ അച്ഛൻ. നാളുകളായിട്ട് എനിക്ക് പരിചയമുണ്ട് ആ അച്ഛനെ. ആ ഇടവകയിൽ കൺവെൻഷൻ നടക്കുന്ന വേളയിൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അച്ഛൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് ഭക്ഷണവുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അച്ഛാ, എങ്ങോട്ടാണ് ഈ പ്ലേറ്റിൽ ഭക്ഷണവുമായിട്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറയുകയാണ്, നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ കാണിച്ചു തരാം. ഞാൻ അച്ഛൻ്റെ പിന്നാലെ ചെന്നപ്പോൾ ഒരു പട്ടി പള്ളി മേടയുടെ ഫ്രണ്ടിൽ ഒരു പാത്രത്തിനകത്തേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുകയാണ്. പട്ടി ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ ഇടവയിലിരുന്നപ്പോൾ ഇങ്ങനെ പട്ടിയെ നോക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. നിനക്കറിയാമല്ലോ, എനിക്ക് പട്ടിയോട് നല്ല ഒരു മൃഗത്തോടും താല്പര്യമുള്ള ആളല്ല ഞാൻ. പക്ഷേ ഈ പട്ടിയെ കണ്ടപ്പോൾ ഞാൻ വീണുപോയി. ഞാൻ ചോദിച്ചു, അങ്ങനെ വീഴാനായിട്ടുള്ള കാരണം എന്താണ്? ഈ പട്ടിയുടെ ഉടമസ്ഥൻ മരിച്ച് ശവം പള്ളിയിൽ കൊണ്ടുവന്ന് ശവക്കോട്ടയിൽ അടക്ക് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ഈ പട്ടി മാത്രം പിരിഞ്ഞു പോകുന്നില്ല. പട്ടി അവിടെ ഇരുന്ന കരച്ചിൽ കരഞ്ഞ് 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 അവിടെ തന്നെ നിൽക്കുകയാണ്. ആ കുഴിമാടത്തിൽ കിടന്ന് പട്ടി ഉറങ്ങുന്നു. പിറ്റേ ദിവസം ഒപ്പീസി അല്ലാഞ്ഞാൽ പട്ടി സൈഡിലോട്ട് മാറി നിൽക്കുന്നു. ഒരാഴ്ചയായിട്ട് അവിടെ കരഞ്ഞ് 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 കിടക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ആ പട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇവിടെ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് ചാകണ്ട, പള്ളിമേടയിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഉള്ള ഭക്ഷണത്തിൻ്റെ കുറച്ച് ഞാൻ നിനക്ക് തരാം. പട്ടി മനുഷ്യൻ കേൾക്കുന്നത് പോലെ വന്നിരിക്കുകയാണ്. അച്ഛൻ ഭക്ഷണം പകുതി ആ പട്ടിക്ക് കൊടുക്കും. 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ പട്ടി ഇപ്പോഴും ആ കുഴിമാടത്തിൽ കരഞ്ഞ് കിടക്കുകയാണ്. കരഞ്ഞ് കരഞ്ഞ് ആ പട്ടിയുടെ 2 കണ്ണിലും കണ്ണീരൊഴുകി ഒരു ചാലായി തീർന്നിരിക്കുന്നു. ഓർത്തു നോക്കൂ പ്രിയപ്പെട്ട ദൈവമക്കളെ, മൃഗങ്ങൾക്ക് പോലും സ്നേഹിക്കാനായിട്ടുള്ളൊരു കഴിവ് ദൈവം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കാത്ത നമ്മുടെ ദൈവം, ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കും എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കുകയാണ്. എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതാണല്ലോ പരസ്നേഹം എന്ന് പറയുക. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഒരിക്കലും ഉപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ബൈബിളിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:3 നാം ഇങ്ങനെ വായിക്കും, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ദാവീദിനോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടും. ദൈവം നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്. ദാവീദിനോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടും. എങ്ങനെയാണ് ദാവീദിനോട് സ്ഥിരമായ സ്നേഹം കാട്ടുന്നത്? ദാവീദ് ജെസ്സയുടെ ഏറ്റവും ഇളയ കുഞ്ഞാണ്. കഴിവും ശേഷിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെ ആടിനെ മേയ്ക്കാനായിട്ട് വനത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. അവൻ ആടിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പനും അമ്മയ്ക്കും അവൻ കഴിവില്ലാത്തവനായി തോന്നിയാലും ദൈവം അവനെ കഴിവുള്ളവനായി കാണുകയാണ്. ദൈവം അവനെ സ്നേഹിക്കുകയാണ്. ഈ ആടിനെ നോക്കി നടക്കുമ്പോൾ കരടിയും സിംഹവും ഒക്കെ ആടിനെ പിടിക്കാനായിട്ട് വരാറുണ്ട് എന്നും ദൈവം അത്ഭുതകരമായിട്ട് ദാവീദിനെ ഈ ആടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി സിംഹത്തെയും കരടിയെയും പോലും കൊല്ലാൻ പോലും സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നും ദാവീദ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവനായിരുന്ന ദാവീദിനെ ദൈവം ഉയർത്തി രാജാവാക്കി മാറ്റി. രാജാവായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഒരു വേള ദാവീദ് ദൈവത്തെ മറക്കുകയാണ്. എപ്പോഴാണ് ദാവീദ് ദൈവത്തെ മറക്കുന്നത്? ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ അവളെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് അവളുമായി പാപം ചെയ്യുകയാണ്. ഒരു രാജാവായിരിക്കെ ഏത് സ്ത്രീകളെ വേണമെങ്കിലും ഭാര്യമാരായി സ്വീകരിക്കാം. പക്ഷെ അന്യൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ പാടില്ലല്ലോ. അത് ദൈവത്തിൻ്റെ കൽപ്പനയല്ലേ? എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദ് രാജാവ് അന്യൻ്റെ ഭാര്യയാണ്, എന്തിന് തൻ്റെ പടനായകൻ്റെ ഭാര്യയാണ് എന്നറിഞ്ഞിട്ട് പോലും അവളുമായി പാപം ചെയ്യാനായിട്ട് തയ്യാറായി. പാപം ചെയ്തു എന്ന് മാത്രമല്ല, ഒടുവിൽ അവൾ ഗർഭിണിയാണ് എന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പടനായകനെ യുദ്ധക്കളത്തിൽ മുൻനിരയിൽ നിർത്തി ചതിച്ചു കൊല്ലുകയാണ്. വ്യഭിചാരമെന്ന പാപം ദാവീദിനുണ്ടാകുന്നു, വഞ്ചനയുണ്ടാകുന്നു, കൊലപാതകമുണ്ടാകുന്നു. അതിനുശേഷം
ദാവീദ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ആ വിധവയായ സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നു. ആ രാജ്യത്തുള്ള എല്ലാവരും കരുതിയ ഒരു കാര്യമുണ്ട്, ഇത്ര നല്ല ഒരു രാജാവ്, പടനായകൻ്റെ വിധവയായ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു രാജാവ്. എല്ലാവരുടെയും മുമ്പിൽ രാജാവ് എത്രയോ നല്ലവനാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ എത്രയോ നല്ലവനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. നല്ല മനുഷ്യരെ പോലെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഉള്ളു കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ, നമ്മുടെ മനസ്സ് കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഭാര്യയുടെ മുമ്പിൽ വളരെ നല്ലവനായി ജീവിക്കുന്ന ഭർത്താവ്, ഭർത്താവിൻ്റെ മുമ്പിൽ വളരെ നല്ലവളായി ജീവിക്കുന്ന ഭാര്യ. പക്ഷെ നിൻ്റെ ഉള്ള് എന്താണ്? നിൻ്റെ ഉള്ള് ഏതവസ്ഥയിലാണ്? ഇത് കാണുന്നത് ദൈവമാണ്. ദാവീദിൻ്റെ ഉള്ള് ശരിയല്ല എന്ന് ദൈവത്തിന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായതുകൊണ്ട് ഈ അവസ്ഥയിൽ ദാവീദ് മുന്നോട്ട് പോയാൽ നശിച്ചു പോകുമെന്നും തകർന്നു പോകുമെന്നും ദൈവം മനസ്സിലാക്കി. ദാവീദിനെ രക്ഷിക്കണം എന്ന് ദൈവത്തിനൊരാഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് ദൈവം നാഥാൻ പ്രവാചകനെ പറഞ്ഞയക്കുകയാണ് രാജാവിൻ്റെ അടുക്കിലേക്ക്. രാജാവേ, നമ്മുടെ രാജ്യത്ത് ഒരു സംഭവമുണ്ടായി. 100 ആടുള്ള മനുഷ്യൻ, അയാളുടെ തൊട്ടടുത്ത് ഒരു പെണ്ണാട്ടുംകുട്ടി മാത്രമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ ധനാഢ്യനായ മനുഷ്യൻ്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ പെണ്ണാട്ടുംകുട്ടിയെ കൊന്ന് ആ ധനാഢ്യനായ മനുഷ്യൻ വിരുന്നു കൊടുത്തു. 100 ആടുണ്ടായിട്ട് അതിലൊന്നിനെ പോലും കൊന്നില്ല. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ പെണ്ണാട്ടുംകുട്ടിയെ കൊന്നാണ് വിരുന്നു കൊടുത്തത്. നമ്മുടെ രാജ്യത്ത് ഈ പ്രവൃത്തി ചെയ്തത് ആരാണെങ്കിലും അവൻ വധിക്കപ്പെടണം. ആരാണ് ആ മനുഷ്യൻ എന്ന് ചോദിച്ച ദാവീദ് എഴുന്നേൽക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നാഥാൻ പ്രവാചകൻ വിരൽ ചൂണ്ടുന്നുണ്ട്, ആ മനുഷ്യൻ നീ തന്നെയാണ് എന്ന്. രാജാവിന് കാര്യം മനസ്സിലായി. രാജാവ് അനുതപിക്കുന്നു, ചാരം പൂശി ചാക്കൊടുത്ത് നിലവിളിച്ച് കരയുകയാണ്, കർത്താവെ കരുണ തോന്നണമേ എന്ന് പറഞ്ഞ്. വാസ്തവത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ദൈവസ്നേഹത്തിലേക്ക് ദാവീദ് തിരിച്ചു വരികയാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കീർത്തനം 51 അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ എന്ന്. തകർന്നുപോയ ദാവീദിനെ ഉപേക്ഷിക്കാതെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ദാവീദിനോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ചകളുണ്ടായാൽ നമ്മളെ ഒഴിവാക്കുന്നവനല്ല കർത്താവ്. തിരിച്ചു വരാനുള്ള വഴികൾ ദൈവം ഒരുക്കി തരുന്നുണ്ട്. ഒരിക്കലും അവഗണിക്കാത്ത, ഉപേക്ഷിക്കാത്ത, മാറ്റി നിർത്താത്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആര് കടന്നു വരാൻ തയ്യാറാകുന്നോ ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും സമൂഹവും ജീവിതവും ഒക്കെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ ടി വിയിലൂടെ ഈ തിരുവചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരേ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്, ഉപേക്ഷിക്കാത്ത കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന്. എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചാലും, എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തിയാലും ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ആരെങ്കിലും നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്തവനിലേക്ക് തിരിയാനുള്ള ഒരു വിളിയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. ആരെങ്കിലും നമ്മളെ വഞ്ചിക്കുമ്പോൾ വഞ്ചിക്കാത്തവനിലേക്ക് തിരിയാനുള്ള ഒരു വിളി ദൈവം നമുക്ക് തരുന്നുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണയുള്ള നല്ല ദൈവമേ, തിരുവചനം ശ്രവിച്ച എല്ലാ മക്കളിലേക്കും നിൻ്റെ കൃപ ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം എല്ലാവർക്കും നൽകണമേ. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, പാപിയോ രോഗിയോ ദുഃഖിതനോ തകർന്നവനോ ബന്ധിതനോ ആര് തന്നെ ആയാലും എല്ലാവരെയും അനുഗ്രഹിക്കുന്ന നീ ഞങ്ങളെയും അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.